നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരുമിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ അറിവിന്റെ വെളിച്ചമാണ്. 1998 ജനുവരിയിലെ അഖണ്ഡ ജ്യോതിയിൽ നിന്നുള്ള ആഴത്തിലുള്ള ആത്മീയജ്ഞാനത്തിന്റെ ഒരു സംഗ്രഹം. നമുക്കീ അമൂല്യമായ അറിവുകളിലേക്ക് ഒന്നിച്ചിറങ്ങിച്ചെല്ലാം. നമുക്കീയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണിത്. കാരണം ഈയൊരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് പലപ്പോഴും ജീവിതത്തിലെ വലിയ യാത്രകൾ തുടങ്ങുന്നത്. നമ്മൾ എത്രയൊക്കെ നേടിയാലും ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവാറില്ലേ, എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്, ജീവിതത്തിന് കുറച്ചുകൂടി ആഴം വേണമെന്നൊക്കെ. ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറമുള്ള ഈ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ യാത്രയുടെ തുടക്കം. ആ ഒരു തോന്നലുണ്ടല്ലോ, അതൊരു കുറവല്ല. സത്യത്തിൽ അത് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ്. കൂടുതൽ അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിക്കുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത്. അതെ, ഉള്ളിൽ നിന്നുള്ള ഈ വിളിക്ക്, ഈ ചോദ്യത്തിന് പുരാതനകാലം മുതലേ നമ്മുടെ ഋഷിവര്യന്മാർ ഒരുത്തരം കണ്ടെത്തിയിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് സാധന. സാധന എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ സാധന? വെറും പൂജയോ പ്രാർത്ഥനയോ മാത്രമാണോ? അല്ല, അതതിനേക്കാളൊക്കെ എത്രയോ ആഴത്തിലുള്ള ഒന്നാണ്. വളരെ സിംപിളായി പറഞ്ഞാൽ സാധന എന്ന് പറയുന്നത് ഒരു ട്രെയിനിംഗ് പ്രോഗ്രാം പോലെയാണ്. എന്തിനുള്ള ട്രെയിനിംഗ്? നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാനും ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനും അവസാനം നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടെത്താനും വേണ്ടിയുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസ്. ഇവിടെയാണ് നമ്മളൊരു വലിയ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് വെറും പുറമേയുള്ള ആചാരങ്ങൾ, നമ്മൾ ചിലപ്പോഴൊന്നും ആലോചിക്കാതെ യാന്ത്രികമായി ചെയ്യുന്ന കാര്യങ്ങൾ. മറുവശത്ത് ആന്തരികമായ ശുദ്ധീകരണം, അതായത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും മെച്ചപ്പെടുത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമം. സാധനയുടെ ഫോക്കസ് എപ്പോഴും ഉള്ളിലേക്കാണ്, പുറത്തേക്കല്ല. ഇതിനെക്കുറിച്ച് എന്തു മനോഹരമായൊരു ഉപമയാണെന്നോ. നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി സങ്കല്പിക്കുക. ആ തോട്ടത്തിൽ നിറയെ ആവശ്യമില്ലാത്ത കളകളുണ്ടെങ്കിൽ നല്ല പൂക്കൾക്ക് വളരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളാകുന്ന കളകളെ പറിച്ചുമാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് സാധന. അപ്പോഴേ ആത്മാവാകുന്ന പുഷ്പം അവിടെ വിടർന്നു നിൽക്കൂ. ഓക്കെ, അപ്പോൾ ഈ സാധനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? അതിനൊരു വ്യക്തമായ വഴിയുണ്ട്. 3 പ്രധാനപ്പെട്ട തൂണുകൾ, അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകൾ എന്ന് നമുക്ക് പറയാം. ആദ്യത്തേത് ഉപാസന, അതായത് ഭക്തി. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയുമൊക്കെ ഒരു ഉയർന്ന ശക്തിയുമായി കണക്ട് ചെയ്യുക. രണ്ടാമത്തേത് സ്വാധ്യായ, എന്നുവെച്ചാൽ സെൽഫ് സ്റ്റഡി. നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വഭാവം, ഒപ്പം നല്ല പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടുക. മൂന്നാമത്തേത് സംയമം, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും തോന്നലുകളെയും നിയന്ത്രിച്ച് നമ്മുടെ എനർജി നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുക. ഈ 3 ചേരുമ്പോഴാണ് സാധന പൂർണ്ണമാകുന്നത്. തീർച്ചയായും ഈ വഴി അത്ര എളുപ്പമുള്ള ഒന്നല്ല. നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ടാവാം. പക്ഷെ അത് മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതാണ് പ്രധാനം. ഒന്നാലോചിച്ചു നോക്കൂ, എന്തൊക്കെയായിരിക്കും ഈ യാത്രയിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ? പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഈ തടസ്സങ്ങൾ. നമ്മുടെ പ്രധാന ശത്രുക്കൾ ഇതൊക്കെയാണ്. 1, ഒരിടത്തും അടങ്ങിയിരിക്കാത്ത നമ്മുടെ മനസ്സ്. പിന്നെ എന്തിലും ഏതിലും സംശയം, നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അഹംഭാവം. പിന്നെ പറയവേണ്ടല്ലോ, മടി. അതുപോലെ ഇന്ദ്രിയസുഖങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടം. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ, അല്ലേ? പക്ഷെ ഓർക്കുക, ഇതൊക്കെ സ്ഥിരമായ പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേയുള്ളൂ. അപ്പോൾ ഈ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കും? അതിനുള്ള ആയുധങ്ങളും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. എന്തൊക്കെയാണെന്നോ? ക്ഷമ, സ്ഥിരോത്സാഹം, പിന്നെ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഉറച്ച വിശ്വാസം. ഈ 3 ഉണ്ടെങ്കിൽ ഏതു മലയും നമുക്ക് കീഴടക്കാം. അങ്ങനെ സാധന ചെയ്ത് മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും? അതിന്റെ അവസാന ഫലം എന്താണ്? അതാണ് സിദ്ധി. പക്ഷേ ഈ സിദ്ധിയെന്ന് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അതെന്താണെന്ന് നമുക്ക് ശരിക്കും നോക്കാം. സിദ്ധി എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത് ആകാശത്ത് പറക്കാനും വെള്ളത്തിൽ നടക്കാനുമൊക്കെയുള്ള കഴിവുകളാണ്. പക്ഷെ യഥാർത്ഥ ആത്മീയതയിൽ സിദ്ധി എന്നതിനർത്ഥം അതല്ല. അത് അതിനേക്കാൾ എത്രയോ മുകളിലാണ്. അഖണ്ഡജ്യോതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ഇതാണ്. ഏറ്റവും വലിയ സിദ്ധി എന്നത് പ്രപഞ്ചശക്തികളെ നിയന്ത്രിക്കുന്നതല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കുന്നതാണ്. എന്തൊരു പവർഫുള്ളായ വാക്കുകളാണിത്! യഥാർത്ഥ സിദ്ധി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ്. അതിലൂടെ കിട്ടുന്ന ആ ഒരു സമാധാനം, ആ അറിവ്, ആ സ്നേഹം,
അതാണ് യഥാർത്ഥ നേട്ടം. അപ്പോ എന്തൊക്കെയാണ് ഈ യഥാർത്ഥ സിദ്ധികൾ? 1. പുറത്ത് എന്ത് നടന്നാലും നമ്മുടെ ഉള്ളിലെ സമാധാനത്തിന് ഒരിളക്കവും തട്ടില്ല. 2. നമ്മുടെ ചിന്തകൾക്കും ജീവിത ലക്ഷ്യത്തിനും നല്ല വ്യക്തത വരും. 3. ഭയവും ടെൻഷനുമൊന്നും നമ്മളെ ഭരിക്കില്ല. 4. എപ്പോഴും ഒരു സംതൃപ്തിയുടെ അവസ്ഥയിലായിരിക്കും നമ്മൾ. അവസാനം ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുമായും നമുക്കൊരു ആഴത്തിലുള്ള ബന്ധം തോന്നും. ഇതിലും വലിയൊരു നേട്ടം വേറെ ഉണ്ടോ? ശരി. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, ഈ സാധനയിൽ നിന്ന് സിദ്ധിയിലേക്കുള്ള യാത്രയുടെ ഒരു സംഗ്രഹം നമുക്കൊന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാല് ഇതാണ് വഴി. ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വിളി, ജീവിതത്തിനൊരർത്ഥം വേണമെന്ന ആ തോന്നൽ തിരിച്ചറിയുക. 2. സാധന എന്ന് പറയുന്നത് ഉള്ളിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക. 3. ഉപാസന, സ്വാധ്യായം, സംയമം. ഈ 3 കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക. 4. വഴിയിൽ വരുന്ന തടസ്സങ്ങളെ ക്ഷമയോടെ നേരിടുക. അങ്ങനെ പോയാൽ അവസാനം നമ്മൾ സിദ്ധി എന്ന അവസ്ഥയിലെത്തും. അതായത് പൂർണ്ണമായ ആന്തരിക സമാധാനവും ജ്ഞാനവും. നോക്കൂ, ഈ വഴി എപ്പോഴും ഇവിടെയുണ്ട്. അത് അനന്തമാണ്. പക്ഷെ ആ വഴിയിലേക്ക് ആദ്യത്തെ ചുവട് വെക്കേണ്ടത് നമ്മളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോ ആ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എന്നെടുക്കും?